Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോതിര മുറുക്കാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പിലൊക്കെയാണ് ഇതുപോലത്തെ മുറുക്ക് മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വാഴനാരിൻ്റെ അകത്തായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇത് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാട്ടോ ഇത്. ഇതുപോലെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, വറുത്തതാണ്. ഉഴുന്നുപൊടി 1/3 കപ്പ്, 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചേർത്തേക്കുന്ന എല്ലാം ഒരേപോലെ എല്ലാ സ്ഥലത്തും ചെല്ലുന്ന രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമായിരിക്കണം, അതൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് പൊടിയിട്ട് കലക്കാം. എനിക്ക് വശം പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ്. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്കൊരു 1/4 കപ്പ് കൂടെ ഒഴിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാട്ടോ ചേർത്തേക്കുന്നത്. ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറണം. ഇപ്പം നല്ല തിളച്ച വെള്ളമല്ലേ ഒഴിച്ചേക്കണം. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെച്ച ശേഷം ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇതുപോലെ ഇതിങ്ങനെ കുഴയ്ക്കുന്ന അനുസരിച്ചിട്ട് ഈ മാവ് നല്ല മയം വരും. ഇത് കണക്കെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഷേപ്പാക്കിയെടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ പലകയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യാം. അതിനുശേഷം ഇതിനെ ഒന്ന് ചുറ്റി ഇങ്ങനെ എടുക്കുക, മോതിരത്തിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിലാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് തരാം. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഉരുട്ടിയിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് റോളാക്കി കൊടുക്കാം. റോളാക്കിയിട്ട് നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം. എന്നിട്ട് ഈ സൈഡിലോട്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ എന്താ ഇതുപോലെയും ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായെന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഹീറ്റിലിട്ടിട്ടാണ് അത് ഫ്രൈ ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടപ്പോൾ നല്ലപോലെ ബബിൾസ് വരുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ബബിൾസ് ഒന്നും വരുന്നില്ല. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ആ മൂത്ത് കഴിയുമ്പോഴാണ് അതങ്ങനെ വരുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും ഇത് മൂക്കാനായിട്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു ഇതാണല്ലോ. ഇതുപോലെ ഇങ്ങനെ കിളിങ്ങുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ ഇടാം. ചൂട് ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് കുറച്ച് കനം ഉള്ളതുകൊണ്ട് ഇത് വേഗം കുറച്ച് താമസമാണ്. അടുത്തതും മൂത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. ഇത് കണക്ക് എല്ലാം വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മോതിരമുറുക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നത് ഉത്സവപ്പറമ്പിലൊക്കെയാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു വാഴനാരിൻ്റെ അകത്തൊക്കെ കെട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഉത്സവപ്പറമ്പിൽ. ഇപ്പോൾ നമുക്ക് ബേക്കറികളിലും പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്